സോ ഗൈസ്, ഒരുപാട് കാലത്തിന് ശേഷം നല്ലൊരു മൂവി തിയേറ്ററിൽ വന്നിട്ടുണ്ട്. ഗഗനാചാരിയാണ്. ഭൂമിയിലെ ഒരു അപ്പക്കാലിപ്സിന് ശേഷം നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു 15 വർഷത്തിന് ശേഷം ഒരു 2040 നടക്കുന്ന സ്റ്റോറി ആയിട്ടാണ്. അതായത് അന്നത്തേക്ക് കുറച്ചുകൂടി AI ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അപ്പക്കാലിപ്സ് സംഭവിച്ച ശേഷം ഒരുപാട് അന്യഗ്രഹ ജീവികളൊക്കെ, ഏലിയൻസ് ഒക്കെ ഭൂമിക്ക് വന്ന ശേഷം അവരും മനുഷ്യന്മാരുടെ ഇടയിലും നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് കഥ കൊണ്ടുപോകുന്നത്. ആൻഡ് ഈ ഒരു മൂവിൻ്റെ ജോണർ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് ഫിക്ഷൻ എന്ന് പറയണോ അതോ കോമഡി എന്നുള്ളത് പറയണോ, എങ്ങനെ പറയണം എന്നുള്ളത് സംശയമാണ്. എന്തായാലും ഒരു കാര്യം പറയാം, നമ്മുടെ രോമാഞ്ചത്തിന് ശേഷം ഇത്രയും ചിരിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നൊരു സിനിമ തന്നെയാണ് ഈ ഒരു ഗഗനാചാരി എന്ന് പറയുന്നത്. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെയാണ് മൂവി കൊണ്ടുപോയിട്ടുള്ളത്. അരുൺ ചന്തു ആണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു അരുൺ ചന്തും അതുപോലെ തന്നെ ശിവസായിയും കൂടിയിട്ടാണ് ഈ ഒരു മൂവി എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ശങ്കർ ശർമ്മയാണ് ഇതിൻ്റെ മ്യൂസിക്കൊക്കെ ചെയ്തിട്ടുള്ളത്. മ്യൂസിക്കൊക്കെ സൂപ്പറായിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ പ്ലേസ്മെൻറ്റൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. BGM ആണെന്നുണ്ടെങ്കിലും പിന്നെ സോങ് ആണെന്നുണ്ടെങ്കിലും. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാസ്റ്റിംഗ് തന്നെയാണ്. അനാർക്കലി മരക്കാരൊക്കെ ആ ഒരു റോള് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗണേഷ് കുമാർ ആണെന്നുണ്ടെങ്കിലും ഗോകുൽ സുരേഷ്, അജു വർഗീസ്, ഇവരൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട്. ഇവരുടെ കോമ്പറ്റീഷൻസും ഇവരുടെ കോമ്പിനേഷനും അതുപോലെ തന്നെ ഇവരുടെ കോമഡി സീൻസൊക്കെ നല്ല ഉഗ്രനായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മുടെ സാറ്റർഡേ നൈറ്റ് അതുപോലെ തന്നെ ബാന്ദ്രയൊക്കെ ചെയ്തിട്ടുള്ള അജിത്ത് വിനായകയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മൂവി നല്ലൊരു മൂവി തന്നെയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ഈ ഒരു മൂവി ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. നല്ല ചിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണിത്. ഒരുപാട് തിയേറ്റേഴ്സൊന്നും ഈ ഒരു മൂവിക്ക് കിട്ടിയില്ല. ബട്ട് എന്തായാലും നിങ്ങളെന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഒരു മൂവി കാണണം. ഒരിക്കലും OTTയിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. കാരണം തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണെന്ന് തന്നെ പറയാം. എന്നാലേ നമുക്ക് ആ ഒരു എഫക്ഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ, ആ ഒരു എഫക്റ്റൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. സോ എന്തായാലും നല്ലൊരു മൂവിയാണ്, എല്ലാവരും കണ്ടിരിക്കുക. ആൻഡ് അതുപോലെ തന്നെ പുതിയൊരു ചാനലാണ്. സോ പ്ലീസ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.